ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും പോലത്തെ കുറേ കിച്ചൺ ടിപ്സ് ആയിട്ട് വന്നേ. അപ്പോൾ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും എല്ലാം ഞങ്ങൾക്ക് കിച്ചണിലായെങ്കിൽ അല്ലാത്തതായെങ്കിൽ ഞങ്ങൾ വലിയൊരു ഹെൽപ്പായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആവും. വീഡിയോ കണ്ടിട്ട് സ്കിപ്പാക്കാൻ നോക്കൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും. അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സുക്കെല്ലാം ഷെയർ ആക്കി കൊടുക്കുകയും മറക്കണ്ട. അപ്പോൾ ഇതാ ഫസ്റ്റ് ടിപ്പ്, ഞങ്ങൾ ഇങ്ങനെ ഫ്രിഡ്ജിലെല്ലാം ഇറച്ചി മീൻ അതേപോലെ ചിക്കൻ അങ്ങനത്തെ ഇതെല്ലാം വെക്കറല്ലേ, അത് നല്ല ഐസ് ആയിട്ടിരിക്കറല്ലേ. ഐസ് ಬೇಗ ಬಿಡೋಗು ಬೇನಾയിട്ട് ഇതുപോലെ ആക്കിയെങ്കിൽ അപ്പോൾ ഇത് മീനൂടെ ನಾನು എടുത്തത്. അപ്പോൾ ഇതാ കുറേ ഉപ്പിട്ട് കൊടുക്കുന്നില്ല, ಅದಕ್ಕೆ ഉപ്പും അതേപോലെ വിനീഗർ ബീത്തിട്ട് തണ്ണി ബീത്തിട്ട് ബീക്കറാൻ കണ്ടെങ്കിൽ ಬೇಗಮೇ ಐಸ್ ಬಿಡ್ರು. ಇಲ್ಲಿಂಗೆ ನಂಗೆ ഇപ്പോൾ ಅರ್ಜೆಂಟೆಲ್ಲ ഇങ്ങനെ ಬೇನುಟಾയെങ്കിൽ ഐസ് ഞങ്ങൾ എടുത്തിട്ട് ഇതിട്ട് ആക്കണമെങ്കിൽ അത് ಬೇಗ ഐസ് ಬಿಡೋಗೆಲ್ಲ നേരക്കില്ല, പിന്നെ ചൂട് തണ്ണി ബീത്തണം, അങ്ങനെ എന്ത് വേണ്ട. ഇതുപോലെ ഉപ്പും സുർക്കം ബീത്തി വെച്ചിട്ട് തണ്ണി ബീത്തിയെങ്കിൽ ಬೇಗം ഇത് ഐസ് ಬಿಡ್ರು. തെല്ല നേരം ഇങ്ങനെ അതിൽ മുക്കി വെച്ചെങ്കിൽ അപ്പോൾ കണ്ടല്ലതാ ഇതുപോലെ ಬೇಗമേ ഐസ് ಬಿಡ್ರು. ഇത് ചിക്കൻ ആയെങ്കിൽ അതേപോലെ ഇറച്ചി ആയെങ്കിൽ അതല്ലെങ്കിൽ മീൻ ഇതേപോലെ ആക്കി ಬೇಗമേ ഐസ് പൊട്ട് കിട്ടുക. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ടിപ്പ് ഇതാ, ഇതുപോലെ ഞങ്ങൾ എന്തെങ്കിലും പർത്തര എന്തെങ്കിലും കുടന്നെങ്കിൽ പർത്തരട്ടല്ല ഇങ്ങനെ മൂടിയെല്ലാം ടൈറ്റ് ആയിട്ടിരിക്കറല്ലേ. ഇതിപ്പോൾ ഞാൻ ഒരു ഉപ്പുകറിയുടെ കുപ്പി എടുത്തേ. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് മൂടിയെല്ലാം ടൈറ്റായിട്ട് ഉണ്ടെങ്കിൽ അതിങ്ങനെ കഷ്ടം അവിടെ എടുക്കുകയല്ല. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയെങ്കിൽ ഇതുപോലെ ഒന്ന് ഞങ്ങൾ ഇങ്ങനെ തട്ടി കൊടുത്തെങ്കിൽ കിച്ചൺ ടോപ്പ് അതല്ലെങ്കിൽ സൈഡിൽ ഇതാ ഇതിങ്ങനെ സ്ലാപ്പിടെ സൈഡ് ഇക്കറില്ല, സൈഡിൽ ഇങ്ങനെ തട്ടി കൊടുത്തെങ്കിൽ ಬೇಗമേ അതിങ്ങനെ ലൂസായിട്ട് പണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും ഹെൽപ്പ് കേൾക്കണോ അങ്ങനെയല്ല ഇക്കറല്ലേ. ഇതുപോലെ ആക്കറിങ്ങ് ഞങ്ങൾ ಬೇಗമേ അതിനെ മൂടി ഓപ്പൺ ആയിട്ട് പണ്ട്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് കണ്ടറല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഇതാ മുട്ടെല്ലാം ഞങ്ങൾ ഇപ്പോൾ എഗ്ഗെല്ലാം ഞങ്ങൾക്ക് ഇതിപ്പോൾ കുറേ ആൾക്കെല്ലാം ഗൊന്തിക്കൊണ്ട് വരയ്ക്കണേ, എന്തെങ്കിലും ഗൊന്തിയില്ലാത്തങ്ങ് വേണ്ടിയിട്ട് മുട്ടെല്ലാം ഞങ്ങൾ ബെടക്കായിരണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ട് മുന്നല്ലേ നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തണ്ണി കിട്ട് നോക്കിയെങ്കിൽ തണ്ണി കിട്ട് അത് മേലെ നേക്കിറുണ്ട് കണ്ടെങ്കിൽ അത് മുട്ട ബെടക്കായിരണ്ടെടുത്താൽ ഇതുപോലെ ഇങ്ങനെ കീഴ് പോയിട്ട് നിൽക്കണം, തണ്ണിയുടെ അടിയിൽ നിൽക്കണം. അപ്പോൾ മുട്ട ഞങ്ങൾക്ക് ബെടക്കായിട്ടില്ല, നല്ല മുട്ടയുണ്ട്. ഇനിയിപ്പോൾ അതേ മുട്ട ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ പൊട്ട് പട്ടിയിട്ട് ഇടുമ്പല്ല അതിൽ ഇതെല്ലാം ഓടെല്ലാം കീഴ് പൂണ്ടല്ല ഇതുപോലെ അത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും അത് കഷ്ടമാവും ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ കയ്യിൽ തണ്ണി ആക്കിയിട്ട് ഇങ്ങനെ എടുக்கிறீங்க. അത് ಬೇಗമേ പണ്ട് കണ്ടല്ലേ, ಬೇಗം ഇങ്ങനെ പണ്ട് കൈക്ക് ഫസ്റ്റ് തണ്ണി ആക്കിയല്ലോ. ഇനിയിപ്പോൾ അതേ ഞങ്ങൾ എഗ്ഗ് ഒക്കെ എല്ലാം ഞങ്ങൾ ಬೇರೆ ಬೇರೆ ആക്കിடுங்க. അതേപോലെ ഫസ്റ്റ് ഞങ്ങൾ തണ്ണിക്ക് മുക്കിയിട്ട് ഇങ്ങനെ എടുக்கிறீங்க. അത് ಬೇಗം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പണ്ട് ಬೇಗമേ ചുമ ഇതാക്കൊണ്ടില്ല. അപ്പോൾ കണ്ടാറല്ല ഇതുപോലെ ಬೇಗമേ ഞങ്ങൾക്ക് ആയിട്ട് പണ്ട്. ഇനി അതേപോലെ ആറാമത്തെ ടിപ്പ് നോക്കാം. അപ്പോൾ ഇഡ്ഡലി എല്ലാം ആക്കിടല്ലേ, ഇഡ്ഡലി ഞങ്ങൾ സ്റ്റീലിൻ്റെ അടുത്തെല്ലാം ഇഡ്ഡലി ആക്കുறீங்க. അതിങ്ങനെ പത്തി പിടിக்கிறேன் അണ്ടി പിടിக்கிறேன்ட்டല്ല ഇക്കറല്ലേ, ഇങ്ങനെ എടുക്കുക പണ്ടില്ല അങ്ങനെ എല്ലാം ഇക്കറேன். അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇഡ്ഡലി സ്റ്റീലിൻ്റെ അടുത്തിൽ നിങ്ങൾ ആക്കുறீங்க അങ്ങനെ പത്തി പിടിக்கிறேன்னு കണ്ടിங்க ഫസ്റ്റുക്ക് ഇതുപോലെ സ്റ്റീം ആക്കി എടുത്തോളൂ. ഫസ്റ്റുക്ക് തണ്ണി വെച്ചിട്ട് ഞങ്ങൾ അതിലെ പാത്രത്തിലെല്ലാം ഓയിൽ തോത്തിയിട്ട് ഫസ്റ്റുക്ക് ഇതുപോലെ നല്ല സ്റ്റീം ആയിരുന്നു. സ്റ്റീമായിട്ട് വന്നതിൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇഡ്ഡലി വീത്തിയും കഴിത്തു. അപ്പം ഞങ്ങൾക്ക് പത്തി പിടിക്കാണ്ട് കിട്ടും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ സാധാരണ ഇഡ്ഡലിയുടെ അടുത്തിൽ തണ്ണി വീത്തിയിട്ട് ഫസ്റ്റ് എണ്ണ തോത്തിയിട്ട് പാത്രത്തിലെല്ലാം ഇങ്ങനെ ഇഡ്ഡലി ബീത്തിട്ട് പിന്നെ ഞങ്ങൾ സ്റ്റീം ആക്കി ഉപയോഗിക്കാറല്ല. അതല്ല ഇതുപോലെ ഫസ്റ്റ് നല്ല സ്റ്റീം ആക്കിയുള്ളൂ. ആ ഒരു ചൂടിക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇഡ്ഡലി ബീത്തിട്ട് ഇത് സ്റ്റീം ആക്കി എടുക്കുകയാണ് കണ്ടെങ്കിൽ ഞങ്ങൾ ഇത് തെല്ലും പത്തി പിടിക്കില്ല, അണ്ടി പിടിക്കില്ല. ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അടുത്തിൽ അണ്ടി പിടിക്കുക അങ്ങനെ അല്ല. അലൂമിനിയത്തിലെങ്കിൽ അങ്ങനെ അണ്ടി പിടിക്കില്ല, ಬೇಗമേ ഞങ്ങൾ കിട്ടുക. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റീം ആക്കി എടുത്തേ കാട്ടുന്നതാണ്. അപ്പോൾ കണ്ടല്ലേ നിങ്ങൾക്ക് തെല്ലും ഞങ്ങൾ ഇങ്ങനെ കയ്യിൽ ഇലക്കിയിട്ട് എടുക്കുക. ഞങ്ങൾ ഇതുപോലെ ആക്കുறீங்க. ഇല്ലെന്നുണ്ടെങ്കിൽ ചന്ത പത്തി പിടിക്കുക, സ്റ്റീലിൻ്റെ അടുത്തിൽ നല്ല പത്തി പിടിക്കുക. ഇതെല്ലാം ചൂട് തണ്ണിയിൽ പിന്നെ ഇങ്ങനെ എടുത്തെങ്കിട്ട് പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ചൂട് പോകണമെന്ന് തീരെ കംപ്ലീറ്റ് ആയിട്ട് ചൂട് പോയെങ്കിൽ ഇങ്ങനെ പത്തി പിടിക്കുക. അപ്പോൾ കണ്ടല്ലേ ഇങ്ങനെ സ്റ്റീം ആക്കി എടുக்கிறீங்க, തെല്ലും ഇതിൽ അണ്ടിയിട്ട് പിടിക്കില്ല. പിന്നെ ഇഡ്ഡലിയുടെ റെസിപ്പിയെല്ലാം വേണ്ടിയിട്ടെങ്കിൽ ഇതിലെ വീഡിയോ എല്ലാം മുന്നല്ല ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി അങ്ങനെ ആക്കിയിട്ട് ഡീറ്റെയിൽ വീഡിയോ ഇട്ടാണ് അത് ಬೇನುಂಟಾയി നോക്കറോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ ദോശ എല്ലാം ആക്കറല്ലേ, ദോശ എല്ലാം ആക്കുമ്പോൾ ഇങ്ങനെ കാവലിയിൽ പത്തി പിടിക്കരുത്. കാവലിയെങ്കിൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ദോശ ആക്കുമ്പോഴത്തേക്ക് ഇതുപോലെ പത്തി പിടിக்கிறேன்னு കണ്ടെങ്കിൽ ഞാൻ ഇതിൽ കാട്ടുற പോലെ ആക്കി നോക്കറോ. അപ്പോൾ ഞങ്ങൾ തെല്ലും പത്തി പിടിക്കില്ല, ചന്ത ഇലക്കിയിട്ട് പണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഓട് എടുത്തത് ഇതിൽ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആക്കറ് എത്രത്തോളം ആക്കിയിട്ടില്ല ദോശ. ഇതുപോലെ കുറേ ഉപ്പിട്ട് കൊടുക്കണോ. ഇപ്പം സ്റ്റവ് ഓണിലേ ഉണ്ടോ, സ്റ്റവ് ഓണിലേ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടോ ചന്ത ಅದಕ್ಕೆ തെല്ലും ഓയിൽ ബിത്തി കൊടുക്കണം. ഏത് ഓയിലും ആവും, സൺഫ്ലവർ ഓയിൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിൽ അത് ബീത്തിട്ട് ചന്ത ഈ ഉപ്പ് ഇതിലൊന്ന് നല്ല പായപ്പാട്ടി എടുക്കണം. ഇതിൽ ചന്ത ചൂടാക്കി എടുക്കണം. പായക്കറി വന്നെങ്കിൽ ആ ഉപ്പും എണ്ണയെല്ലാം നല്ല ചൂടാക്കിയിട്ട് എടുക്കണം. ഇതുപോലെ എല്ലാ സൈഡും ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുമോ എണ്ണ ഉപ്പും. അതിൽ പിന്നെ ഞങ്ങൾ ഇതുപോലെ അത് തോത്തിയിട്ട് എടുക്കണം. ചന്ത നല്ല ചൂടായിട്ട് പറഞ്ഞത് നല്ല ചൂടായിട്ട് വന്നതിൽ പിന്നെ ചന്ത തോത്തിയിട്ട് എടുത്തിട്ട് ഇതിൽ ഞങ്ങൾ ദോശയാക്കിയും കഴിത്ത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ സ്റ്റവ് ഓണിലേ ഉണ്ടോ ഓഫാക്കിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചന്ത തോത്തിയിട്ട് എടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എണ്ണ തോത്തിരെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ദോശ ആക്കറേ അതുപോലെ ദോശ എണ്ണ തോത്തിയിട്ട് ദോശ ആക്കറെങ്കിൽ അങ്ങനെ ദോശ ആക്കിയും കഴിത്തു. അപ്പോൾ ഞങ്ങൾക്ക് തെല്ലും ഇത് പത്തി പിടിക്കില്ല.
കാട്ടുறேன் ഞാൻ. അപ്പോൾ ഇത് ഫസ്റ്റ് ദോശ. ഇത് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഉപ്പെല്ലാം ഇട്ടിട്ട് ഇതാക്കറല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ദോശ. പിന്നെ ഞങ്ങൾക്ക് ചന്ത തെല്ലും പത്തി പിടിക്കാണ്ട് കിട്ടറ്. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഫസ്റ്റിಗೆ എങ്ങനെ നിಂತು ഇപ്പം എങ്ങനെ നിಂತು നോക്കറോ. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു ഓർഡറിൽ ഞാനിത് ഫസ്റ്റ് ടൈം ആക്കറേ. തൊള്ളന ദോശ ഇതിലാക്കില്ല. ഇത് ചപ്പാത്തി അങ്ങനത്തെ ഇതെല്ലാം ആക്കറേ. ഇപ്പോൾ കണ്ടല്ലേ തെല്ലും പത്തി പിടിക്കില്ല. അപ്പോൾ നിങ്ങൾ ദോശക്കല്ലെല്ലാം ഇങ്ങനെ അണ്ടിട്ട് പിടിக்கிறீங்கன்னு ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ആക്കി നോക്കറോ. നല്ല ഇതാവിടും. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഞങ്ങൾ എന്തെങ്കിലും പുതിയ പാത്രം എല്ലാം കൊണ്ടുണ്ടല്ലോ. എൻ്റെ ഇപ്പോൾ വേറെ പാത്രം ഇല്ലാത്ത ഈ ഒരു ഗ്ലാസ് ഇന്നത് കൊണ്ട് ഇതിൽ കാട്ടറേ. വേറെ എന്തെങ്കിലും സ്റ്റീലിൻ്റെ പാത്രം അതല്ലെങ്കിൽ അലൂമിനിയം ഏത് പാത്രം ആയെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്ലാസ് ആയെങ്കിലും അതിലുള്ള സ്റ്റിക്കർ ഇരിക്കറല്ലേ. അത് ഞങ്ങൾ ഇങ്ങനെ അങ്ങനെയുമേ ഇളക്കും നോക്കി അത് ഇങ്ങനെ പാതി അവിടെ പത്തി പിടിക്കറ്, പാതി ഇലകി കിട്ടുക അങ്ങനെ ഇളക്കറ്. അപ്പോൾ ഇതുപോലെ സ്റ്റൗവിൽ ഒന്ന് ചൂടാക്കി എടുക്കറെങ്കിൽ വേഗം ഞങ്ങൾക്കത് ഇങ്ങനെ ഇലകിട്ട് കിട്ടുക, ക്ലീൻ ആയിട്ട് കിട്ടുക. ഇല്ലെങ്കിൽ പാത്രം ക്ലീൻ ആയിട്ടില്ല. ഞങ്ങൾ സ്റ്റിക്കർ അങ്ങനെയുമേ വലിച്ചെടുക്കാൻ നോക്കിയെങ്കിൽ പാതി അവിടെയും ഇരുന്നിട്ട് അത് പിന്നെ അവിടെയുമേ ഇക്കറ് അത് ക്ലീൻ ആയിട്ട് അങ്ങനെ ഇക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലെ സ്റ്റൗവിലൊന്ന് കാട്ടിയിട്ട് അങ്ങനെ എടുക്കറെങ്കിൽ അത് നല്ല നീറ്റായിട്ട് ബണ്ട് വേഗമേ ബണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബാഗ് ഞങ്ങളെ കയ്യിൽ ഇങ്ങനെ ഹാൻഡ് ബാഗെല്ലാം ഇക്കറല്ലേ, അതല്ലെങ്കിൽ ഇതുപോലത്തെ ബാഗെല്ലാം എങ്കിൽ അതിലെന്തെങ്കിലും പെണ്ണരൊക്കെ ഇത് എഴുതിയത് മക്ക എഴുതിയത് അതല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കലയെല്ലാം ഇക്കറല്ലേ, പെണ്ണയുടെ എഴുത്ത് അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടുണ്ടെങ്കിൽ ഇങ്കർ ഇതെല്ലാം ഉണ്ടുണ്ടെങ്കിൽ ഇതുപോലെ തെല്ല് സ്പ്രേ ഏത് സ്പ്രേ അവിടെ ഞങ്ങൾ യൂസ് ആക്കറ സ്പ്രേ തെല്ല് ഇതുപോലെ അടിച്ചിട്ട് അവിടെ ഒന്ന് തോത്തി കൊടുക്കറെങ്കിൽ അത് ചന്ത ഇത് കണ്ടല്ലേ നിങ്ങൾക്ക് തെല്ലും അതവിടെ നിൽക്കില്ല. അത് പല ഇത് പെണ്ണറ് ഇങ്കറ് കലയാക്കി ഇപ്പം ഞാനൊന്ന് ഇങ്ങനെ എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാട്ടുറേ. അപ്പോൾ നിങ്ങൾക്ക് അത് മുന്നോൽ ഞങ്ങൾ ഇപ്പോൾ മക്കളെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതുപോലെ തെല്ല സ്പ്രേ അടിച്ചിട്ടൊന്ന് തോത്തി കൊടുക്കറെങ്കിൽ ചന്ത അവിടെ ക്ലീൻ ആവിടും. കണ്ടല്ലേ നിങ്ങൾ തെല്ലും ആ ഒരു പെണ്ണറ് എഴുത്ര ഇതില്ല തെല്ലും കണ്ടല്ലേ. ഇതുപോലെ വേറൊരു ബാഗ് ഞാൻ കാട്ടുറേ. ഏത് സ്പ്രേ ആവിടും ഞങ്ങൾക്ക് ഇപ്പം കണ്ടല്ലേ ചന്ത നീറ്റായിട്ട് ക്ലീനായിട്ട് കിട്ടണം ഞങ്ങൾക്ക്. അപ്പോൾ ബാഗ് നോക്കറില്ല തെല്ലും ഇതിൽ നിങ്ങൾ എഴുതിയത് ಅವರು ഞാനിപ്പോൾ സ്കെച്ചിൽ എഴുതിയേ ಅವರು എഴുതിയ തെല്ലും ഇത് കല കാണില്ല. ചന്ത ഇങ്ങനെ ഇതുപോലെ സ്പ്രേ അടിച്ചിട്ട് ഇതാക്കി തോത്തിങ്ങ് ചന്ത പോണ്ടു. അതിൽ പിന്നെ ഞങ്ങൾ 10ാമത്തെ ടിപ്പ് ഇതാ. ഞങ്ങൾ ഇതുപോലെ മീനെല്ലാം ഞങ്ങൾ കൊണ്ടുണ്ട് കട്ടാക്കറല്ല. മീനെല്ലാം തൊട്ടിങ്ങ് ഞങ്ങൾ ഏത് മീനായെങ്കിൽ ഇപ്പോൾ മത്തിയെല്ലാം തൊട്ടിരിങ്ങ് നല്ല സ്മെല്ലായിട്ടിരിക്കും മത്തിയെല്ലാം. അപ്പോൾ ಅದಕ್ಕೆ മുന്നോൽ ഞങ്ങൾ ഇതുപോലെ തെല്ല് കോക്കനട്ട് ഓയിൽ തെല്ല് തേങ്ങ എണ്ണ കൈക്ക് ഇങ്ങനെ ചന്താക്കി ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ മീനെല്ലാം തൊട്ടിരിങ്ങ് ഞങ്ങൾ തെല്ലും സ്മെല്ല് പണ്ടില്ല. ಬೇಗ ഞങ്ങൾ ഒരിക്കൽ കൽകുമ്പോൾ കൊണ്ടു ഇല്ലെങ്കിൽ എന്തെങ്കിലും മത്തിയെല്ലാം ഞങ്ങൾ മുറിച്ചെങ്കിൽ മത്തിയെല്ലാം തൊട്ടിങ്ങല്ല വേറെ ഏത് മീനായെങ്കിൽ മത്തി ആറ് സ്മെല്ലായിട്ടിരിക്കും. ഞങ്ങൾക്ക് അത് എത്ര സോപ്പിട്ട് കളിക്കും ആ ഒരു മണ പോണില്ല. അപ്പോൾ ഫസ്റ്റൊക്കെ ഞങ്ങൾ ഇതുപോലെ കൈക്ക് തെല്ല് തേങ്ങ എണ്ണ ആക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് വേഗം ഉറക്കം ഇങ്ങനെ കളിക്കുമ്പോൾ ആ സ്മെല്ല് പോണ്ടു. സ്മെല്ല് ഇക്കില്ല വേഗമേ പോണ്ടു. പിന്നെ ഞങ്ങൾ ഇതാ പോണ നമ്മത്തെ ടിപ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇത് തേങ്ങയെല്ലാം ഇവിടെ ചിരണ്ടിട്ട് ബേക്കറല്ലേ ചരച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഗൾഫിലെല്ലാം ഞങ്ങൾ ഇങ്ങനെ ചരച്ചതൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ ഫ്രീസറിൽ ബേക്കറല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്രീസറിൽ ബേക്കുമ്പോൾ അത് പിന്നെ എടുക്കുമ്പോൾ ഇതാ ഇതുപോലെ ഗട്ടിയായിട്ടിക്കറ് കല്ല് പോലെ പിന്നെ എടുക്കുക കഷ്ടമാവും. പിന്നെ ഇതാ ഇതുപോലെ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ബേക്കറ എന്നെ കാട്ടുറേ. അതിപ്പോൾ നിങ്ങൾ ആയത്തേങ്ങ ഞങ്ങൾ ഇങ്ങനെ ചരച്ചിട്ട് ഫ്രീസറിൽ ബേക്കറെങ്കിൽ ഞങ്ങൾക്ക് കുറേ ഹെൽപ്പായിട്ടിരിക്കും. ഞങ്ങൾ ഈ സൊറെല്ലാം ഈസി ആവിടും. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് ഇത് കൊടന്നിട്ട് ഫ്രീസറിൽ വെച്ചത് ഫസ്റ്റ് ഇതാ ഇതുപോലെ എല്ലാം ചന്ത ഒന്ന് ഇങ്ങനെ പൊടിയാക്കി ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇത് ഗട്ടിയായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ എടുക്കുമ്പോൾ അർജൻറ്റിൽ എടുക്കുമ്പോൾ ഞങ്ങൾ അത് കഷ്ടമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ആക്കി വയ്ക്കറേ അതാ ഇതുപോലെ ആക്കി വയ്ക്കറേ. ചന്ത ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ചന്ത പൊടിച്ചെടുത്തിട്ട് ഞങ്ങൾ ഇത് ബോക്സിലാക്കി ബേക്കറിങ് പിന്നെ ഞങ്ങൾ ഇത് ഗട്ടിയായിട്ട് കിട്ടുക ഗട്ടിയാവില്ല. ഇങ്ങനെ എല്ലാം ಬೇರೆ മിക്കറ് ഞാൻ കാട്ടുറേ. അപ്പോൾ ഇതുപോലെ 2 ബോക്സിലാക്കിയിട്ട് കൊടുത്തറേ. ഇനിയിപ്പോൾ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് അതിൽ പിന്നെ ഞാൻ കാട്ടുറേ. അപ്പോൾ ഇതാ ഫ്രീസറിൽ വെച്ച് എടുത്തേ. അപ്പോൾ കണ്ടല്ലേ നിങ്ങൾക്ക് തേങ്ങയല്ല നിങ്ങൾ ഇതിപ്പോൾ ഗട്ടിയാവില്ല. ഇത് നിങ്ങൾ ഇപ്പോൾ എത്ര നാൾ വെച്ചെങ്കിൽ ഇത് ഇങ്ങനെ മേക്കറ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഈസി ആവിടും. ഇല്ലെങ്കിൽ തന്നെ ഇത് ഗട്ടിയായിട്ട് അങ്ങനെ ലേക്കറ്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ മീനെല്ലാം കൊണ്ടുണ്ടല്ലേ മീനെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ ഫ്രീസറിൽ ബേക്കുമ്പോൾ ഇങ്ങനെയുമേ നിങ്ങൾ ബേക്കറെന്ന് കണ്ടെങ്കിൽ അത് കുറേ ജെന്നെല്ലാം ബേക്കുമ്പോൾ അതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. ഉണങ്ങിയ മീൻ പോലെ ടേസ്റ്റ് എല്ലാം പോകണം അങ്ങനെ ലേക്കറ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തണ്ണി വിറ്റ് ബേക്കറെന്ന് കണ്ടെങ്കിൽ മീനിൻ്റെ മേലെ തണ്ണി നിൽക്കണം. തണ്ണി വിറ്റ് ബേക്കറെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ പോലെ ഇരിക്കുക. എത്ര നാൾ വെച്ചെങ്കിൽ നല്ല ഫ്രഷ് മീൻ പോലെ ഇരിക്കുക. ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണങ്ങിയ മീൻ പോലെ എല്ലാം ഇരിക്കുക. ഇതുപോലെ ഞങ്ങൾ എട്ടിയും ഞങ്ങൾ ഇതേപോലെ വെക്കുക. എട്ടി ഞങ്ങൾക്ക് കുറേ നാൾ ഒരു വർഷത്തോളം വെച്ചെങ്കിൽ എന്തോ ആവില്ല. അത് എട്ടി ക്ലീൻ ആക്കിയിട്ട് തണ്ണി വീത്തി വെച്ചെങ്കിൽ ഫ്രീസറിൽ. അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രഷ് എട്ടി പോലെ ഇരിക്കുക. മീനായെങ്കിൽ അതേപോലെ വെച്ചെങ്കിൽ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ചോറെല്ലാം ഞങ്ങൾ ആക്കിയത് ഇങ്ങനെ ബാക്കിയവർ അത് പിറ്റേ ഞങ്ങളെല്ലാം ചൂടാക്കുമ്പോൾ നല്ല ഫ്രഷ് ചോറ് ഇപ്പം ആക്കിയ ചോറ് പോലെ ഇക്കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചൂടാക്കി നോക്കൂ. അപ്പോൾ ഇത് ചോറ് ഞാൻ തണ്ണിയിലിട്ട് വെച്ചിരുന്നേ അതെല്ലാം തണ്ണിയിലിതാ ഇതുപോലെ ഒന്ന് അരിപ്പിൽ അരച്ചിട്ട് ചുമ്മനാറ് തണ്ണി എല്ലാം ഫുള്ളായിട്ട് അരിയണം അങ്ങനെയില്ല. തണ്ണിയുടെ അരിപ്പിൽ അരച്ചിട്ട് ജസ്റ്റ് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തെങ്കിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് മൂടി വയ്ക്കണോ. മൂടി വെച്ചിട്ട് ഞങ്ങൾ ഇത് വിസിൽ വയ്ക്കണോണ്ടില്ല. വിസിൽ വയ്ക്കണ്ട.
ഇപ്പോൾ ഇതാ നല്ല ചൂട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-6 മിനിറ്റ് 7 മിനിറ്റ് എല്ലാം പേനാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെങ്കിൽ തീ കൂട്ടിയിട്ട് ബേക്കണ്ട. നല്ല ആവി പറഞ്ഞത് ഇങ്ങനെ ഒരു വിസിൽ നിങ്ങൾ പണ്ടല്ലേ അവിടെ നല്ല ഇങ്ങനെ ആവി പറഞ്ഞ കൊണ്ടുവരുതാ ഇതുപോലെ കണ്ടല്ലേ. ഇത് ഇപ്പം നിങ്ങൾ കാണാണ്ട് കൊന്തില്ല ഇതിൽ ക്യാമറയിൽ നല്ല ആവി പറഞ്ഞു. നല്ല ആവി പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എടുത്തും കയറ്റിയത്. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല ആവി വന്നേ. ഇനിയിപ്പോൾ ഞാനിത് എടുக்கிறேன். ഒരു 5-6 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഉള്ളുക. 10 മിനിറ്റ് ബീനിട്ടില്ല അದ್ರ ಉಳ್ಗೆ ನಂಗೆ തീറ്റെല്ലാം കുരുടേക്ക് വെച്ചെങ്കിത്ത് ചുമ ലോ ഫ്ലെയിമിലല്ല. അപ്പോൾ കണ്ടല്ലേ ചോറ് ഇപ്പോൾ ആക്കിയ ചോറ് പോലെ ഇരിക്കണം. നല്ല ഫ്രഷ് ചോറ് ഞങ്ങൾ ഒരു നാളത്തെ ഞങ്ങൾ വെച്ച ചോറ് അങ്ങനെ ഞങ്ങൾ തെല്ലും ഒന്നത്തെ ആവില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് പിന്നെ കുക്കർ അടിക്ക് പത്തി പിടിക്കേ അങ്ങനെ എന്തും ഇല്ല. നിങ്ങൾ ഇത് ഞങ്ങൾ ആ ഒരു ചെറിയ തെല്ല് തണ്ണിക്കരല്ലേ ഇത് അത് നല്ല കറക്റ്റായിട്ട് നല്ല ഫ്രഷ് ഇപ്പോൾ ആക്കിയ ചോറ് പോലെ ഇരിക്കരുത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കാസറോൾ കണ്ടല്ലേ നിങ്ങൾ ഇത് ഒരു നാൾ വെച്ച ചോറ് അങ്ങനെ തെല്ലും ഞങ്ങൾക്ക് കൊന്താവില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചൂടാക്കിയും കഴിത്ത്. പിന്നെ ഇതാ അതേപോലെ ഞങ്ങൾ ഇപ്പോൾ പുതിന കൊത്തമ്പരി ചൊപ്പ് ബേച്ചൊപ്പെല്ലാം കൊണ്ടുണ്ടല്ലേ. അപ്പോൾ ഈ കൊത്തമ്പരി ചൊപ്പും പുതിന ഇത് ബേച്ചൊപ്പല്ല ಬೇಗ ಬೆಡ್ಕಾವಲ್ಲ. ഈ പുതിന ഞങ്ങൾക്ക് എങ്ങനെ വെച്ചെങ്കും ಬೇಗ ಬೆಡ್ಕಾവിടിത് ಬೇಗ ഞാൻ കുറേ ടൈപ്പിലെല്ലാം പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് എങ്ങനെ വെച്ചെങ്കും അത് ചുമ്മനല്ല നിൽക്കില്ല. പിന്നെ കുറേ എല്ലാം ഫ്രീസറിലെല്ലാം വയ്ക്കാറ്. ഫ്രീസറിൽ വെച്ചെങ്കിൽ അതിങ്ങനെ തണ്ണി കുടിച്ച പോലെ ഇടും. എല്ലാം ഫ്രഷ് ആയിട്ടിരിക്കില്ല അങ്ങനെല്ലാം ഇരിക്കറ്. അപ്പോൾ ഞാൻ കുറേ ടൈപ്പിൽ നോക്കിയിട്ട് ലാസ്റ്റ് കണ്ടുപിടിച്ചൊരു ഇതായിരിക്കും ഇപ്പം ഞാൻ ഇതിൽ കാട്ടുന്നത്. ഇതുപോലെ വയ്ക്കുമ്പോൾ എനിക്ക് ഒരു 3 വാരം എന്തായാലും എനിക്ക് 3 വാരം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നത്. 3 വാരത്തിൽ മേലെ കിട്ടണമെങ്കിൽ 3 വാരം എന്തായാലും കിട്ടുന്നത്. ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുണ്ടല്ലേ ആ ബോട്ടിലിൽ ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് മൂടി വയ്ക്കണം. അപ്പോൾ ഇത് ഞാൻ കുറേ ടൈപ്പിൽ ഞാൻ വെച്ച് നോക്കിയിട്ട് ലാസ്റ്റിക്ക് ഞാനിപ്പോൾ ഇതേപോലെ വയ്க்கிறേ. ലാസ്റ്റിക്ക് ഇതിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് പുതിന കൽകിട അങ്ങനെ എന്തും ഇല്ല. കൽകിട്ട് എന്തും വയ്ക്കില്ല. അങ്ങനെ കൊടന്നിട്ട് ഞങ്ങൾ ഫ്രഷ് ആയിട്ട് കൊണ്ടുണ്ടല്ലേ കൊടന്നിട്ട് ഇങ്ങനെ അതിൽ കട്ടാക്കിയിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ട് അതിൽ ഇത് കെട്ടിടിക്കാറല്ല അത് കട്ടാക്കിയിട്ട് ಅದ್ರ ಉಳ್ಗತ್ತಿಗೆ 2 ಟಿಶ್ಯೂ ಅದರೊಟ್ಟಿಗೆ ಇಟ್ಟು ಬೇಕணும். ഒരു 2-3 ಟಿಶ್ಯೂ ಅದರ ಉಳ್ಗತ್ತಿಗೆ ಇದುപോലെ അതിൽ തണ്ണിങ്ങനെ ബണ്ടല്ലാതെ അവർ തണ്ണി അത് വലിച്ചെടുക്കും. മെയിനായിട്ട് ഒരു 2-3 ടിഷ്യൂ ഇതുപോലെ വെച്ചിട്ട് ടൈറ്റായിട്ട് മൂടി വെக்கிறேங்க. ഇത് ഞങ്ങൾക്ക് ഒരു 3 വാരം അതിൽ മേലെ ബണ്ട് ഞങ്ങൾക്ക് 3 വാരം എന്തായാലും ഉണ്ട്. പിന്നെ കൊത്തമ്പരി സൊപ്പും പുതിന ഒട്ടിಗೆ ಇಟ್ಟು ಬೇಕರೆಂಗ ಒಟ್ಟಿಗೆ ಇಟ್ಟು ಬೇಕಾ. പിന്നെ ഇതിപ്പോൾ എത്തിൽ ಯಾರುള്ളದಕ್ಕೂ ನಾನು ಬೇರೆ ಬೇರೆ ಬೇಕರೇത്. അപ്പോൾ ഇതിന് വെച്ചെന്ന പോലെ കുറേ ടൈപ്പിൽ നോക്കിയിട്ട് ലാസ്റ്റിക്ക് ഇതുപോലെ ഇതിൽ നക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ട് വേറെ നക്ക് കുറേ ടൈപ്പിലെല്ലാം നോക്കിയാണ്. അപ്പോൾ വേഗം ഇത് ബെടക്കോടി ഇങ്ങനെ ചീഞ്ഞ പോലെ എല്ലാം ഇടും. അപ്പോൾ ഞാനിപ്പോൾ കൊത്തമ്പരി ചൊപ്പും പിന്നെ ബേച്ചൊപ്പെല്ലാം ഇതേപോലെ ബേക്കറ്. അത് പിന്നെ ഞങ്ങൾ കവറിലിട്ട് ബേക്കറെങ്കിൽ ഞങ്ങൾ സാധാരണ 4 ബണ്ട് ഞങ്ങൾക്ക് ഇത് ಬೇಗ ബെടക്കോടി. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതുപോലെ വെച്ചെങ്കിത്ത് ഇത് ബേച്ചൊപ്പ് ഞാനിപ്പോൾ ഇതേപോലെ ബേക്കറ്. ബേച്ചൊപ്പ് കൊത്തമ്പരി ചൊപ്പെല്ലാം ഇതേപോലെ ബേക്കറ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കറ് ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ മുട്ടയെല്ലാം ഞങ്ങൾ ഇതുപോലെ അലൂമിനിയം പാത്രത്തിലെല്ലാം മുട്ട വേപ്പട്ടറല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ പാത്രം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ മുട്ട ബോയിൽ ആക്കറിങ്ക. അത് മുട്ട ബോയിലായിട്ട് പറയുമ്പോൾ വെന്തിട്ട് വന്നതിൽ പിന്നെ നല്ല കറുത്തിട്ടാവും പാത്രമെല്ലാം സൈഡെല്ലാം കറക്കിട്ട് പിന്നെ അടിഭാഗമെല്ലാം തെല്ല് യാറാമത്ത് ബോയിലായിട്ട് പോയെങ്കിൽ മുട്ടയെല്ലാം പിന്നെ നല്ല കറക്കിട്. അപ്പോൾ അതങ്ങനെ നല്ല ಬೇಗ ക്ലീൻ ആവും കൊണ്ട് കണ്ടെങ്കിൽ ഇതുപോലെ കണ്ടല്ലേ. ഇതിലിപ്പോൾ സൈഡെല്ലാം ഇങ്ങനെ കറുത്തിട്ട് വന്ന് കണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ മുട്ടയെല്ലാം വെന്തിട്ട് വന്നതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് തെല്ല് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ അത്ര ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഒന്ന് പയപ്പട്ടിരിങ്ക് അത് ആ കറുത്തതെല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടണം. ഞങ്ങൾക്ക് മുട്ട വെന്തിൽ പിന്നെ ഈ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഞങ്ങൾ ഒരു മിനിറ്റ് ഇങ്ങനെ പയപ്പട്ടി ഒന്ന് പയപ്പട്ടിയും കയറ്റി കണ്ടല്ലേ. അപ്പോൾ പയച്ചിട്ട് വന്നതിൽ പിന്നെ അതിൻ്റെ സൈഡെല്ലാം കറുത്തതെല്ലാം വേഗമേ ക്ലീൻ ആവിടും. അപ്പോൾ ആ തണ്ണി എടുത്തിട്ട് വേറെ തണ്ണി വിറ്റി കൊടുത്തേ കണ്ടല്ലേ. പാത്രം നിങ്ങൾക്ക് നല്ല കറുത്തിട്ടിക്കരുത്. ഇതിനെ കാട്ടിയും നല്ല കറുത്തിട്ടാവിടും ചിലപ്പല്ല. അപ്പോൾ അങ്ങനെ കറക്കിടുങ്ങ് ലാസ്റ്റ് ഞങ്ങൾ തെല്ല് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുறேங்க നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ ഞങ്ങൾ കഴുകി എടുത്തെങ്കിത്ത് പാത്രം. അപ്പോൾ കണ്ടറില്ലേ ഇന്നത്തെ ടിപ്സ് ഇവിടെ ആയിത്തോടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും യൂസ്ഫുൾ ആയിരം പേരിക്കണം. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരം പേരിക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കും കമൻറ്റ് ആക്കും. അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കണം. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കും മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടമേയുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ആക്കണം. ഇൻഷാ അല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.